സെക്കൻഡുകൾക്കുള്ളിൽ നെറ്റ്ഫ്ലിക്സിലെ എല്ലാ സിനിമകളും സീരീസുകളും ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയാലോ? അത്ര സ്പീഡിലൊക്കെ ഇന്റർനെറ്റ് കിട്ടുമോ? ചുമ്മാ തള്ളെന്ന് പറഞ്ഞ് പുച്ഛിക്കാൻ വരട്ടെ, ഇത് നടക്കും. ഇവിടെയല്ല, അങ്ങ് ജപ്പാനിൽ. ഒരു സെക്കൻഡിൽ 1.02 പെറ്റാബിറ്റ്സ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ജപ്പാനിലെ ഒരു സംഘം റിസർച്ചർമാർ. 1.02 പെറ്റാബിറ്റ്സ്. ഒരു സെക്കൻഡിൽ 67 മില്യൺ പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാം. 10 മില്യൺ അൾട്രാ HD 8K വീഡിയോസ് സ്ട്രീം ചെയ്യാം. പല ഭാഷകളിലുമുള്ള വിക്കിപീഡിയയിലെ എല്ലാ കണ്ടന്റും ഒരുമിച്ച് ഒറ്റ സെക്കൻഡിൽ ഡൗൺലോഡ് ചെയ്യാം. എങ്കിലും മിച്ചം വരും ബാൻഡ്വിഡ്ത്ത് ബാക്കി. ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജിയിലെ റിസർച്ചർമാരാണ് ഗ്ലോബൽ ഇന്റർനെറ്റ് സ്പീഡ് റെക്കോർഡ് തകർത്തത്. ജപ്പാന് ഇത് സാധ്യമായതെങ്ങനെ? ലോകത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന സാധാരണ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ തന്നെയാണ് ഇവരും ഉപയോഗിച്ചത്. പക്ഷേ ഇവയിൽ 4 കോറുകളാണ് ഉണ്ടായിരുന്നത്. ഈ അതിവേഗ ഇന്റർനെറ്റ് 51.7 കിലോമീറ്റർ ദൂരത്തോളം നിലനിർത്താനും ഇവർക്ക് കഴിഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്ര നല്ല സ്പീഡൊക്കെ നമുക്ക് കിട്ടാൻ ഇനിയും കാത്തിരിക്കണം.